കോർപ്പറേറ്റ് കമ്പനികളൊക്കെ സെയിൽസിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കുകൾ നമുക്കറിയാം. നമ്മളും സെയിൽസിലാണെങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറേ ടെക്നിക്സുകൾ നമുക്ക് നോക്കാം. ഒന്ന്, സ്കേഴ്സിറ്റി പ്രിൻസിപ്പിളാണ്. പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണെന്ന് കാണിക്കാം, അതിലൂടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂട്ടുക. നമ്മൾ പലപ്പോഴും കാണുന്നതായിരിക്കും അതൊക്കെ. സ്റ്റോക്ക് തീരാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് നമ്മെ പ്രേരിപ്പിക്കുക. അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യും? സ്റ്റോക്ക് തീരുന്നതിന് പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും. 2, ലിമിറ്റഡ് ടൈം ഓഫേഴ്സ്. എപ്പോഴും ഓഫേഴ്സ് ശ്രദ്ധിച്ച് നോക്കൂ, ഒരു നിശ്ചിത സമയത്തേക്ക് ഇടുക. എന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഓഫേഴ്സ് അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആദ്യമേ തീരുമാനിക്കും എന്ന് തുടങ്ങുന്നു എന്ന് അവസാനിക്കും എന്നുള്ളത്. ഇത് എന്താണ്? മാർക്കറ്റിൽ ഡിമാൻഡ് കൂട്ടും. ഓഫർ തീരുന്നതിന് മുന്നേ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആളുകളുടെ മനസ്സിലുണ്ടാക്കുക എന്നുള്ളത് അതിലൂടെ ചെയ്യുന്നത്. അത് പെട്ടെന്ന് വലിയ സെയിൽ നടത്താൻ കാരണമാവും. 3, ഹൈലൈറ്റ് ഹൈ ഡിമാൻഡ്. നമ്മുടെ പ്രോഡക്റ്റിനോ സർവീസിനോ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡിലായിട്ട് എന്ത് ചെയ്യുക? ചിത്രീകരിക്കുക. ഇത് ജനങ്ങളുടെ ഇടയിൽ എന്താവും? എങ്ങനെയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം, തീർന്നു പോകും, എനിക്ക് കിട്ടാതെ വരും എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരും. അതുകൊണ്ട് കുറഞ്ഞ സമയത്തിനകത്തേക്ക് വലിയ സെയിൽസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. 4, ഇവൻറ്റ് ബേസ്ഡ് സ്കേഴ്സിറ്റി. സീസൺ ബേസ്ഡ്. നമുക്കറിയാം പെരുന്നാൾ, ഓണം, ക്രിസ്മസ് ഈ സമയത്ത് പർച്ചേസ് പവർ വളരെ കൂടുതലായിരിക്കും. ആ സമയത്ത് ഓഫേഴ്സ് കൊടുക്കുക, കുറഞ്ഞ സമയത്തിനകത്ത് ബൾക്കായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ആ ഓഫേഴ്സിലൂടെ ചെയ്യുന്നത്.